ഹായ് ഫ്രണ്ട്സ്, SSLC +2 റിസൾട്ടിൻ്റെ ഡേറ്റ് എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മെയ് 5-നല്ല എങ്കിൽ എപ്പോഴാണ് എന്നത് 1-2 ദിവസത്തിനുള്ളിൽ അറിയുമെന്ന്. അതറിഞ്ഞിരിക്കുന്നു. മെയ് 8, 9 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി വന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എപ്പോഴാണ് റിസൾട്ട് വരിക എന്ന് ചോദിച്ചാൽ സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് വരാറ്. അതിൽ നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും തലേന്ന് ഒരു മെയ് 6-ന് 7-നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏത് സമയത്താണ് പബ്ലിഷ് ചെയ്യാമെന്ന്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം +2ൻ്റെ റിസൾട്ടും. അപ്പോഴേ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു 2 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷമായിട്ടാണ് പബ്ലിഷ് ചെയ്യാറ്. അപ്പോഴേ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രമാണ്. അപ്പോൾ നമ്മൾ SSLC റിസൾട്ട് അല്ലെങ്കിൽ +2 റിസൾട്ട് 2024 എന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൈറ്റ് വിക്ടേഴ്സ് ഈ റിസൾട്ടിന് വേണ്ടി പ്രത്യേകിച്ച് ചാനലിടാറുണ്ട്. മാത്രമല്ല സഫലം എന്ന പോർട്ടൽ വഴി റിസൾട്ട് അറിയാറുണ്ട്. ഏതിലൂടെ ആയാലും നമ്മൾ SSLC റിസൾട്ട് 2024 എന്ന് അടിക്കുമ്പോൾ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കൂടി അറിയണമെങ്കിൽ, അതായത് സ്കൂളിലെ മൊത്തം റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ സ്കൂൾ കോഡ് എത്ര, ഇപ്പോൾ 130, 28 അങ്ങനെ ഓരോ സ്കൂളിനും സ്കൂൾ കോഡുണ്ട്. അപ്പോൾ SSLC റിസൾട്ട് അല്ലെങ്കിൽ +2 റിസൾട്ട് എന്ന് അടിച്ചതിന് ശേഷം സ്കൂൾ ലോഗിൻ, സ്കൂൾ റിസൾട്ട് അറിയാനും ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനും വഴിയുണ്ട്. അപ്പോൾ സ്കൂൾ റിസൾട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്കൂൾ കോഡ് ചോദിക്കും. അപ്പോൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് എക്സാം എഴുതിയ മുഴുവൻ കുട്ടികളുടെ റിസൾട്ട് കിട്ടും. ഇൻഡിവിജ്വലായി റിസൾട്ട് ഷീറ്റ് കിട്ടണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് വേണം. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇൻഡിവിജ്വൽ മാർക്ക് ഷീറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കോഡ് അടിച്ചു കൊടുത്ത് സ്കൂളിലെ മൊത്തം റിസൾട്ട് വരുമ്പോൾ നമ്മുടെ സ്കൂൾ ഇപ്പോൾ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് ലാസ്റ്റിലായിരിക്കും അവരുടെയും കൂടി വരുന്നതായിരിക്കും റിസൾട്ട്. എന്തായാലും റിസൾട്ടിനോടനുബന്ധിച്ച സമയങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയി ന്യൂസ് പേപ്പറിലും വരും. സാധാരണയാണ് ആഫ്റ്റർനൂണ്, ചിലപ്പോൾ ഈ വർഷം ഇനി മോർണിംഗ് ഒരു 11 മണി ആ സമയത്തൊക്കെ പബ്ലിഷ് ചെയ്യുമെങ്കിൽ അതും നമ്മളെ അറിയിക്കുന്നതായിരിക്കും. നോർമലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർനൂണാണ്. എന്തായാലും ഏത് സമയമായാലും നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ, സന്തോഷപ്രദമായ ഒരു ദിനമായിരിക്കട്ടെ അന്നത്തെ ഇതെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.